മുനമ്പം ഭൂമി സംബന്ധിച്ച കേസിലെ വാദം ഇന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ പുനരാരംഭിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളാണ് അവധിക്ക് മുൻപ് ട്രിബ്യൂണൽ പരിശോധിച്ചിരുന്നത്. മുനമ്പം ഭൂമി കേസിൽ അന്തിമ ഉത്തരവ് ഇറക്കുന്നതിൽ നിന്ന് വഖഫ് ട്രിബ്യൂണലിനെ ഹൈക്കോടതി വിലക്കിയിട്ടുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഗുഡ് മോർണിംഗ്. വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? വൃന്ദ, ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ഇന്ന് വീണ്ടും ഈ മുനമ്പം ഭൂമി കേസ് പരിഗണിക്കുന്നത്. നേരത്തെ വിഷുവിൻ്റെ തൊട്ട് മുൻപ് ഉള്ള ഒരു ഇടവേളയിലാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത്. അന്ന് കാര്യമായി വിവിധ രേഖകളാണ് ഈ വഖഫ് ട്രിബ്യൂണൽ പരിശോധിച്ചിരുന്നത്. ഇന്ന് ഈ മുനമ്പത്തെ ഭൂമി ഏറ്റെടുത്ത വഖഫ് ട്രിബ്യൂണലിൻ്റെ രേഖകൾ സംബന്ധിച്ചായിരിക്കും പ്രധാനമായും പരിശോധനകൾ നടത്തുക. അതേസമയം തന്നെ ഒരു ഹൈക്കോടതി വിധി ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അന്തിമ വിധി വഖഫ് ട്രിബ്യൂണൽ പുറപ്പെടുവിക്കരുത് എന്നുള്ളതാണ് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വാദം കേൾക്കുക, തുടർന്നുള്ള കോടതിയുടെ നിഗമനം ഹൈക്കോടതിയെ അറിയിക്കുക തുടങ്ങിയ സംബന്ധമായ കാര്യങ്ങളായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ വഖഫ് ട്രിബ്യൂണലിന് നൽകാൻ സാധിക്കുക. അതിലേക്ക് നയിച്ച ഒരു ഘടകമെന്ന് പറയുന്നത് 1971 പറവൂർ സബ് കോടതിയുടെ രേഖകൾ. ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ച രേഖകൾ, അന്നത്തെ കേസിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് ഈ ഹർജിക്കാരായ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ സംസ്ഥാന വഖഫ് ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കുകയും ആ വഖഫ് ബോർഡിന്റെ ഹർജി പരിഗണിച്ചാണ് ഇതിൽ അന്തിമ വിധി വഖഫ് ട്രിബ്യൂണൽ പുറപ്പെടുവിക്കരുത് എന്നൊരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് മുനമ്പത്തെ ഭൂമി വഖഫാണ് എന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് ഏറ്റെടുത്തതിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വാദം തുടരുന്നത്. ഇതിൽ തന്നെ ഈ മുനമ്പം സംരക്ഷണ സമിതി പ്രവർത്തകർ മുനമ്പൻ നിവാസികളെ എല്ലാം തന്നെ കക്ഷി ചേർത്തിരുന്നു. കൂടാതെ തന്നെ സിദ്ദീഖ് സേട്ടിന്റെ കുടുംബത്തെയും കക്ഷി ചേർത്തിരുന്നു. സിദ്ദീഖ് സേട്ടിന്റെ കുടുംബം നേരത്തെ ഇത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് മുൻകാലങ്ങളിൽ വാദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഇത് കോടതിയിൽ അവർ ഈ ട്രിബ്യൂണലിൽ ഇത്തവണ അവർ പറയുന്നു. അതിൽ തന്നെ സുബൈദ ബായി, സിദ്ദീഖ് സേട്ടിന്റെ മകൾ സുബൈദ ബായിയുടെ കുടുംബം പറയുന്നത് ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഇഷ്ടദാനം ലഭിച്ചതാണ് എന്ന് ആണ് അവർ പറയുന്നത്. ദാനമായി ലഭിച്ച ഭൂമിയാണ് എന്നാണ് പറയുന്നത്. ഇത് വഖഫ് ഭൂമിയാണോ മുനമ്പത്തേത്, അതല്ല ദാനമായി ലഭിച്ച ഭൂമിയാണോ എന്നുള്ളതാണ് പ്രധാനമായും വഖഫ് ട്രിബ്യൂണൽ പരിശോധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രേഖകളെല്ലാം പരിശോധിച്ച് കോടതി ഒരു നിഗമനത്തിലെത്തും. ആ ട്രിബ്യൂണൽ ഒരു നിഗമനം പിന്നീട് ഹൈക്കോടതി അറിയിക്കുകയാണ് ചെയ്യുക. വൃന്ദ. ശരി റിയാസ്.